തുടർച്ചയായ ഏറ്റക്കുറച്ചിലുകൾക്ക് ശേഷം സ്വർണ്ണവില ഏറെ കാലത്തിന് ശേഷം മാറ്റമില്ലാതെ തുടരുകയാണ്. പക്ഷേ ഇനി വരാൻ പോകുന്നത് വമ്പൻ കുതിപ്പെന്നാണ് പ്രവചനങ്ങൾ. സ്വർണ്ണവിലയിൽ മാറ്റമില്ലാതെ തുടരുന്നു. ഇന്ന് കേരളത്തിൽ സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഇന്നലത്തെ വില തന്നെയാണ് ഇന്നും. ഇന്നലെ സ്വർണ്ണവിലയിൽ വൻ ചാഞ്ചാട്ടമായിരുന്നു. രാവിലെ 22 ക്യാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 75 രൂപ കുറഞ്ഞ് 13,500 രൂപയിലും പവന് 600 രൂപ കുറഞ്ഞ് 1,80,000 രൂപയിലുമാണ് വ്യാപാരം നടന്നത്. എന്നാൽ ഉച്ചയോടെ സ്വർണ്ണവില കൂടി. 22 ക്യാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 90 രൂപ കൂടി 13,590 രൂപയും പവന് 720 രൂപ കൂടി 1,80,720 രൂപയിലുമായിരുന്നു കച്ചവടം നടന്നത്. ഇത് രാത്രി വീണ്ടും കൂടി. രാത്രി 1,09,480 രൂപയായിരുന്നു നിരക്ക്. ഈ നിരക്ക് രാവിലെയും തുടരുകയാണ്. ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിലവിലെ സ്വർണ്ണവിലയ്ക്ക് പുറമെ മറ്റു ചില അധിക ചെലവുകൾ കൂടി ഉപഭോക്താക്കൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. കുറഞ്ഞത് 5% മുതൽ 20% വരെ പണിക്കൂലിയും സ്വർണ്ണവിലയുടെയും പണിക്കൂലിയുടെയും മേൽ ആകെ തുകയുടെ 3% GSTയും കൂടാതെ ഹോൾമാർക്കിംഗ് ചാർജുകളും നൽകേണ്ടി വരും. ഈ മാസം 23-ന് സ്വർണ്ണവില 99,480 രൂപയിലെത്തിയിരുന്നു. എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വീണ്ടും സ്വർണ്ണവില കൂടുകയായിരുന്നു. രൂപയുടെ മൂല്യം ഇടിയുന്നതും സ്വർണ്ണവില വർദ്ധിക്കാനുള്ള കാരണമായി. രൂപയുടെ മൂല്യം കുറയുന്നതോടെ ഇറക്കുമതി ചെയ്യുന്ന എല്ലാ വസ്തുക്കൾക്കും വില കൂടും. ക്രൂഡ് ഓയിൽ വില കൂടുന്നതാണ് രൂപയുടെ മൂല്യം ഇടിയാനുള്ള കാരണം. അതേസമയം വ്യാപാരികളും ആശങ്കയിലാണ്. സ്വർണം വാങ്ങുന്ന ആളുകളുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യുദ്ധം അവസാനിക്കുമെന്ന സൂചനയാണ് ഡൊണാൾഡ് ട്രംപ് നൽകുന്നത്. എന്നാൽ കരസേനയെ കൂട്ടത്തോടെ പശ്ചിമേഷ്യയിൽ എത്തിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ യുദ്ധം ശക്തമാകാനും അവസാനിക്കാനുമുള്ള സാധ്യതകൾ മുന്നിലുണ്ട്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.